നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് റിയാക്ടിന്റെ ലൈബ്രറി റിയാക്ട് ക്വറിയാണ്. അപ്പൊ നിങ്ങൾ കുറെ പേര് കമന്റ് സെക്ഷനിൽ നമ്മളോട് ട്യൂട്ടോറിയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റിയാക്ടിന്റെ ഫണ്ടമെന്റൽ സീരീസിൽ ഡാറ്റ ഫെച്ചിങ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെ നമ്മൾ എങ്ങനെയായിരുന്നു ഡാറ്റ ഫെച്ച് ചെയ്തത്? യൂസെഫറ്റ് ഹുക്കും ആക്സിയോസ് ലൈബ്രറിയും കൂടെ യൂസ് ചെയ്തിട്ടാണ്. ആക്സിയോസോ ഫെച്ച് APIയോ ഏതെങ്കിലും ഒരു ലൈബ്രറിയും അതിന്റെ കൂടെ യൂസെഫറ്റ് ഹുക്കും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യും. ഈ ഫെച്ച് ചെയ്തിട്ട് വന്ന ഡാറ്റന്റെ സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നത് യൂസ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്തിട്ടായിരുന്നു അല്ലെ. ഇതായിരുന്നു നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ അപ്രോച്ച്. ഇപ്പൊ നിങ്ങൾ ഒട്ടും നിങ്ങൾക്ക് റിയാക്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ റിയാക്ടിന്റെ ഫണ്ടമെന്റൽസും ഹുക്സും കവർ ചെയ്തിട്ട് ഇത് കാണുക. കാരണം ഇതൊരു റിയാക്ടിന്റെ ഒരു ലൈബ്രറിയാണ്. അപ്പൊ റിയാക്ട് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല കേട്ടോ. ഇതേ പർപ്പസിന് വേണ്ടി തന്നെയാണ് നമ്മൾ റിയാക്ട് ക്വറിയും യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡാറ്റ ഫെച്ചിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് റിയാക്ട് ക്വറിയും യൂസ് ചെയ്യുന്നത്. ഇനി ട്രഡീഷണൽ അപ്രോച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഡാറ്റ ക്യാഷിംഗ് ആണ്. അതായത് നമ്മുടെ ട്രഡീഷണൽ വേയിലാണെങ്കിൽ ഈ ക്യാഷിംഗ് മെക്കാനിസം മാനുവലി ഇംപ്ലിമെന്റ് ചെയ്യണമായിരുന്നു. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡാറ്റ ക്യാഷിംഗ് നടക്കുന്നുണ്ട്. അൺനെസസറി ആയിട്ട് നെറ്റ്വർക്ക് റിക്വസ്റ്റിന്റെ ആവശ്യമില്ല. സോ സ്പീഡായിട്ട് നമുക്ക് സബ്സീക്വന്റ് ആയിട്ടുള്ള ഫിക്സിംഗ് നടത്താം. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സെർവർ സൈഡുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. അതായത് ഓൾവേസ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. എന്തെങ്കിലും ഒരു കണ്ടീഷൻ, അതായത് നമ്മുടെ കോമ്പോണൻസ് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടീഷൻ മീറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡാറ്റ ഫെച്ച് ചെയ്തോളും. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഫെച്ചിങ്ങിനെ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ട്രഡീഷണൽ വേയിലാണെങ്കിൽ ലോഡിങ്ങും അതുപോലെ എറേഴ്സ് ഒക്കെ നമ്മൾ മാനുവലി അല്ലേ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് യൂസ് ക്വറിയും യൂസ് മ്യൂട്ടേഷൻ, അതായത് രണ്ട് ഹുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് എറർ ഹാൻഡ്ലിങ്ങും ഒപ്റ്റിമൈസേഷനും അതുപോലെ ലോഡിംഗ് സ്റ്റേറ്റ് ഒക്കെ ചെയ്യാം. അതും നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അതുപോലെ തന്നെ ബിൽറ്റിൻ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറേ സ്റ്റേറ്റ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഡീബഗിങ്ങിനാണെങ്കിലും ഒപ്റ്റിമൈസേഷൻ ആണെങ്കിലും അത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റിയാക്ട് ക്വറിന്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഓരോ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് റിയാക്ട് ക്വറി നിങ്ങളുടെ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഫസ്റ്റ് നിങ്ങൾ ഒന്നെങ്കിൽ ക്രിയേറ്റ് റിയാക്ട് ആപ്പ് അല്ലെങ്കിൽ VT യൂസ് ചെയ്തിട്ട് ഒരു റിയാക്ട് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയൽസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാനും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ റിയാക്ട് ക്വറി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് VT യൂസ് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓഫ് കോഴ്സ് ഡാറ്റ ഫെച്ചിങ്ങിന് വേണ്ടിയിട്ടല്ല ഈ ലൈബ്രറി യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു API എൻഡ് പോയിന്റ് വേണം അല്ലേ. സോ നമുക്കൊരു മോക്ക് API സെറ്റ് ചെയ്യാം. അതായത് ഞാനിപ്പം എനിക്ക് API റിക്വസ്റ്റിൽ വേണ്ടത് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് students.json എന്ന് പറഞ്ഞിട്ടൊരു JSON ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൊരു 5 സ്റ്റുഡൻസിന്റെ ID, നെയിം, ഏജ്, ഗ്രേഡ്, ഇമെയിൽ ID ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതൊരു സാധാരണ JSON ഫയലാണ്, അറേ ഓഫ് ഒബ്ജക്ട്സ് ആയിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പം മെയിൻ കീ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ആണ്. അത് അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഓരോ ഒബ്ജക്റ്റിലും ഓരോ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻഡ് പോയിന്റ് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് JSON സെർവർ എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ്. അപ്പൊ ഇത് നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ ഭയങ്കര സിമ്പിൾ ആട്ടോ. npm സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് JSON സെർവർ, ഇത്രയേ ഉള്ളൂ. ഈ കമാൻഡ് നിങ്ങളുടെ പ്രൊജക്ട് ഫോൾഡറിൽ എൻ്റർ ചെയ്തിട്ട് ടെർമിനലിൽ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പോൾ package.json ഫയൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ JSON സെർവർ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഈ JSON സെർവറിനെ സ്റ്റാർട്ട് ചെയ്യാം. അത് JSON സെർവറിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ഇതാണ്, JSON-server --batch. ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട ഫയലിന്റെ നെയിം കൊടുക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ students.json ഫയൽ എടുത്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് API റിക്വസ്റ്റ് വരേണ്ട ഡാറ്റ. അപ്പൊ ഞാൻ ഫയൽ നെയിം കൊടുത്ത് എൻ്റർ ചെയ്യുക. ബൈ ഡിഫാൾട്ട് ആയിട്ട് ലോക്കൽ ഹോസ്റ്റ് അതിന്റെ പോർട്ട് നമ്പർ 3000 ആണ്. ഇതിലായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ടെർമിനലിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലോക്കൽ ഹോസ്റ്റ് 3000/ നമ്മൾ സ്റ്റുഡൻസ് എന്നല്ലേ അതിന്റെ മെയിൻ കീ, സ്റ്റുഡൻസ് എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ നമ്മൾ ആ കണ്ട എൻറ്റയർ അറേ ഓഫ് ഒബ്ജക്ട്സ് 5 സ്റ്റുഡൻസിന്റെയും ഡീറ്റെയിൽസ് API പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. മോക്ക് API നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സാധനം, അതായത് റിയാക്ട് ക്വറി ഇൻസ്റ്റാൾ ചെയ്യണം. എഗെയിൻ നമ്മൾ റിയാക്ട് ക്വറിന്റെ, അതായത് ഇതിനെ ടാൻസ്റ്റാക്ക് ക്വറി എന്ന് പറയും കേട്ടോ.
അതിന്റെ ഡോക്യുമെന്റേഷനിൽ വരിക, നമ്മൾ ഇൻസ്റ്റാളേഷൻ ടാബ് ക്ലിക്ക് ചെയ്യുക. അവിടെ NPMO ആണോ PNPMO ഏതാണോ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. കമാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ NPM കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ്. അവർ നമ്മളോട് ചോദിക്കും കേട്ടോ, വേർഷൻ 4 ആണോ ലേറ്റസ്റ്റ് ആണോ വേണ്ടതെന്ന്. ലേറ്റസ്റ്റ് ആണെങ്കിൽ ഇതാണ് NPM i tanstack/create_query. ഈ കമാൻഡ് കോപ്പി ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ടെർമിനലിൽ പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ നമ്മൾ package.json ഫയൽ ഒന്ന് ചെക്ക് ചെയ്യുക. ടാൻസ്റ്റാക്ക് ക്വറിയും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് JSON സെർവറിന്റെ കൂടെ. അപ്പോൾ പ്രൊജക്ടിന്റെ ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക, മോക്ക് API സെറ്റ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് റിയാക്ട് ക്വറി ഇൻസ്റ്റാൾ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് നമ്മൾ റിയാക്ട് ക്വറീനെ നമ്മുടെ പ്രൊജക്റ്റിൽ കോൺഫിഗർ ചെയ്യണം. അതിന് ആദ്യം main.jxs ഫയൽ എടുക്കുക. അവിടെ റിയാക്ട് ക്വറീന്റെ ഒരു കോർ ഒബ്ജക്റ്റ് ഉണ്ട്, ക്വറി ക്ലയന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതും അതുപോലെ തന്നെ കോർ കോമ്പോണന്റ് ക്വറി ക്ലയന്റ് പ്രൊവൈഡർ. എനിക്ക് കോണ്ടെക്സ്റ്റ് അറിയുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ റിഡക്സ് യൂസ് ചെയ്തവർക്ക് ഈ സിൻടാക്സ് ഓൾമോസ്റ്റ് ഫെമിലിയർ ആയിരിക്കും അല്ലെ. അപ്പൊ കോണ്ടെക്സ്റ്റ് എന്താന്നുള്ളത് റിയാക്ടിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫണ്ടമെന്റൽസിന്റെ ട്യൂട്ടോറിയൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഈ കോർ ഒബ്ജക്റ്റിനെയും കോമ്പോണന്റിനെയും ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആപ്പ് കോമ്പോണന്റിലെ അതിനെ ഈ ക്വറി ക്ലയന്റ് പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ റാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ എൻ്റയർ ആപ്ലിക്കേഷനിലും ഈ ക്വറി ക്ലയന്റ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഹുക്കിലെ യൂസ് ക്വറിയും അതുപോലെ തന്നെ മ്യൂട്ടേഷനും, ഈ രണ്ട് ഹുക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ യൂസ് ക്ലയന്റിന് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ക്വറി ക്ലയന്റ് എന്നാണ് കൊടുക്കുന്നത്. ഈക്വൽ ടു ന്യൂ ക്വറി ക്ലയന്റ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഈ ക്വറി ക്ലയന്റിനെ ക്വറി ക്ലയന്റ് പ്രൊവൈഡറിന് കൊടുക്കുക. ക്ലയന്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റൻസ് കൊടുക്കുക. ഇതാണ് കോൺഫിഗറേഷന്റെ ബേസിക് സ്റ്റെപ്പ്. ഈ കോർ ഒബ്ജക്റ്റിനെയും കോമ്പോണന്റിനെയും ഇമ്പോർട്ട് ചെയ്യുക, ക്വറി ക്ലയന്റിന് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ എൻ്റയർ ആപ്ലിക്കേഷനെ ക്വറി ക്ലയന്റ് പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്യുക, ക്ലയന്റ് പ്രോപ്പ് ഇതിന് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ എൻ്റയർ ആപ്ലിക്കേഷനിൽ ഈ ക്വറി ക്ലയന്റിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യാം. അതായത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡന്റ് API ഇവിടുന്ന് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് നമുക്ക് ഫെച്ച് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ ഒരു കോമ്പോണന്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. കോമ്പോണന്റ് ഫോൾഡറിന്റെ അണ്ടറിൽ student.jxs ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിന്റെ അകത്ത് ഞാൻ കോഡ് സ്നിപ്പറ്റ് RIFC യൂസ് ചെയ്തിട്ട് ഒരു ഫങ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് ഹുക്കുകളാണ്. ഒന്ന് യൂസ് ക്വറിയും ഒന്ന് യൂസ് മ്യൂട്ടേഷനും. ഒന്ന് ഡാറ്റ ഫെച്ചിനും രണ്ടാമത്തെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഡാറ്റ പോസ്റ്റിംഗിനും അപ്ഡേഷനും വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത് നമുക്ക് ഫെച്ചിന് വേണ്ടിയിട്ട്, അതായത് നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന API സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തുകൊണ്ട് വരണല്ലേ. സോ യൂസ് ക്വറി ഹുക്കാണ് ഈ ലൈബ്രറിന്ന് ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ആക്സിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫണ്ടമെന്റൽസിന്റെ വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ആക്സിയോസ് അല്ലെങ്കിൽ ഫെച്ച് API യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യാം. ഇത് കണ്ടിട്ടില്ലാത്തവർ കാണുക കേട്ടോ. ഇത് ഇൻസ്റ്റാളേഷനും സിമ്പിൾ ആണ്. npm സ്പേസ് ഇൻസ്റ്റാൾ ആക്സിയോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലൈബ്രറി ഇൻസ്റ്റാൾ ആവും. ഡാറ്റ ഫെച്ചിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഞാൻ ഇത് രണ്ടും ഇമ്പോർട്ട് ചെയ്യുവാണ്, യൂസ് ക്വറിയും ആക്സിയോസും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ യൂസ് ക്വറി, ഇപ്പൊ നമ്മുടെ യൂസ് സ്റ്റേറ്റ് ഹുക്കും യൂസ് എഫക്ട് ഹുക്കിനൊക്കെ കോൾ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ യൂസ് ക്വറി ഹുക്കിനെയും കോൾ ചെയ്യാം. ഇനി ഇതിൽ രണ്ട് പാരാമീറ്റർ നമ്മൾ മസ്റ്റ് ആയിട്ടും കൊടുക്കണം. നമ്മളിപ്പം ഒരു SQL ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ റോയ്ക്കും, ഇപ്പൊ സ്റ്റുഡന്റിന്റെ തന്നെ ഒരു ടേബിൾ ആണെങ്കിൽ അതിന് യുണീക്ക് ആയിട്ടൊരു ID ഉണ്ടാവില്ലേ. നമ്മുടെ പ്രൈമറി കീ കോളം സെറ്റ് ചെയ്യും, സ്റ്റുഡന്റ് ID എന്ന് പറഞ്ഞ് ഓരോ സ്റ്റുഡന്റിനെയും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ID വെച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ക്വറിക്കും ഒരു യുണീക്ക് ഐഡന്റിഫയർ ഉണ്ട്, ക്വറി കീ. അപ്പൊ ആദ്യം ഈ ക്വറി കീ സെറ്റ് ചെയ്യണം. ഇപ്പൊ ലേറ്റസ്റ്റ് വേർഷനിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും ഇത് ഫസ്റ്റ് ഒക്കെ നമ്മളൊരു സ്ട്രിങ് ആയിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ അറേ ഓഫ് സ്ട്രിങ് ആയിട്ട് വേണം ഇത് കൊടുക്കാൻ കേട്ടോ. വേർഷൻ 4 മുതൽ ഇപ്പൊ അറേ ഓഫ് നമ്മുടെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഞാൻ സ്റ്റുഡന്റ് എന്നാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ API ബേസ് ചെയ്തിട്ട് ആ ക്വറിനെയും ബേസ് ചെയ്തിട്ട് ക്വറി കീ സെറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ടത് ക്വറി ഫംഗ്ഷൻ ആണ്. ക്വറി ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ
നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യേണ്ട ആ ഒരു ഫംഗ്ഷൻ ഞാൻ ഇവിടെ ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിൽ അസിൻക്രണസ്, കോൾ ബാക്ക്, അസിൻക് അവൈറ്റ് ഒക്കെ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ലെങ്കിൽ നമ്മുടെ തന്നെ സീരീസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അസിൻക്രണസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ അസിൻക് അവൈറ്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുവാണ്. കോൺസ്റ്റ് ഫെച്ച് സ്റ്റുഡന്റ് ഡീറ്റെയിൽ എന്നാണ് ഞാൻ ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. ഡീറ്റെയിൽസ് ഈസ് ഈക്വൽ ടു അസിൻ കീവേഡ് സ്പേസ് ആരോ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ അകത്ത് ഞാൻ ആക്സിയോസ് ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് ഫെച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആക്സിയോസ് ഡോട്ട് ഗെറ്റ് നമ്മുടെ API, നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന API അല്ലേ, ഇതിന്റെ URL കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, നമുക്കറിയാലോ അസിൻക്രണസ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു പ്രോമിസ് ഒബ്ജക്റ്റ് ആണെന്ന്. ഞാൻ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റെസ്പോൺസ് വേരിയബിളിലേക്കാണ് ഈ പ്രോമിസ് റിട്ടേൺ ചെയ്യുന്ന പ്രോമിസ് ഒബ്ജക്റ്റിനെ ഞാൻ റിസീവ് ചെയ്യുന്നത്. നമ്മളിവിടെ അവൈറ്റും കൂടെ സെറ്റ് ചെയ്യണം. അതായത് അസിൻക്രണസ് റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് അറിയാമല്ലോ. റിട്ടേൺ സ്പേസ് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ കൊടുക്കുന്നു. അപ്പോൾ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ഈ ഡാറ്റ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുക, ഈ കൊറി ഫംഗ്ഷൻ ആയിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫെച്ച് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് ഫംഗ്ഷനെ കൊടുക്കുക. അപ്പൊ നമ്മൾ കൊറി കീയും സെറ്റ് ചെയ്തു, കൊറി ഫംഗ്ഷനും സെറ്റ് ചെയ്തു. ഇനി എല്ലാ ഹുക്കും പോലെ തന്നെ ഈ ഹുക്കും ഒരു ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതിൽ ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കാം. സോ ഞാൻ ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് ചെയ്യുവാണ്. ഇതില് ഫസ്റ്റ് റിട്ടേൺ ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഡാറ്റ ആയിരിക്കും. രണ്ടാമത് റിട്ടേൺ ചെയ്യുന്നത് എറർ ഒബ്ജക്റ്റ് ആണ്. എറർ ഇല്ലെങ്കിൽ ഇത് നള്ളായിരിക്കും, അല്ലെങ്കിൽ അതിലൊരു എറർ മെസ്സേജ് ഉണ്ടാവും. മൂന്നാമത് റിട്ടേൺ ചെയ്യുന്നത് ഈസ് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ആണ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറി സ്റ്റിൽ റണ്ണിങ് ആണോ അതോ കൊറി കംപ്ലീറ്റ് ചെയ്തു. സ്റ്റിൽ റണ്ണിങ് ആണെങ്കിൽ ട്രൂ ആ റിട്ടേൺ ചെയ്യുക, ഫോൾസ് ആണെങ്കിൽ കൊറി കംപ്ലീറ്റ് ആയി, അതായത് ലോഡിംഗ് ഡാറ്റ കംപ്ലീറ്റ് ആയി എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ട്രഡീഷണൽ മെത്തേഡ് ഓർത്ത് നോക്കിയേ, നമ്മൾ ഇതെല്ലാം മാനുവലി ചെയ്യൂലേ, അതായത് ഡോട്ട് ഡെൻ വെച്ചിട്ട് ആക്സസിൽ തന്നെ ക്യാച്ച് വെച്ചിട്ട് എറർ ഹാൻഡിൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മളായിട്ടൊരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി യൂസ് സ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്തിട്ടൊരു ലോഡിംഗ് സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്ത് അത് വെച്ചിട്ടായിരുന്നു ലോഡിങ്ങിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഇതൊക്കെ ഈ ലൈബ്രറി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഡാറ്റ ഫെച്ചിങ് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട് ഈ ലൈബ്രറിയിൽ നിന്ന്. ഇനി നമുക്ക് ഓരോ കണ്ടീഷൻ ആയിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഈസ് ലോഡിംഗ് ആണോ നോക്കാം. ലോഡിംഗ് ആണെങ്കിൽ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടൊരു ഡിവിഷൻ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ലോഡിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു ലോഡിംഗ് മെസ്സേജ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇഫ് ഓഫ് എറർ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ അകത്തൊരു എറർ ഒബ്ജക്റ്റ് നോട്ട് നൾ ആയിരിക്കും. അതിൻ്റെ അകത്തൊരു മെസ്സേജ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് റിട്ടേൺ വരുന്നത്. നോട്ട് നൾ ആണെങ്കിൽ ഫസ്റ്റ് ഒരു എറർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജും അതിൻ്റെ അകത്ത് ആ ഒബ്ജക്റ്റിൽ വന്നിരിക്കുന്നത് എന്താണോ എറർ അതും ഡിസ്പ്ലേ ചെയ്യുവാണ്. അതായത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സപ്പോസ് ഇത് എറർ ഒന്നുമില്ല, സക്സസ്ഫുൾ ആയിട്ട് ലോഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ കിട്ടൂലേ. അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽസിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു UL ലിസ്റ്റ് റെൻഡറിങ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു UL ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ ഡാറ്റ ഓരോ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ, സ്റ്റുഡന്റിന്റെ നെയിമും അതിന്റെ കറസ്പോണ്ടിങ് ഗ്രേഡുമാണ് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഞാനൊരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സ്റ്റുഡന്റ് ലിസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഡാറ്റ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യുവാണ്, ഡാറ്റ ഡോട്ട് മാപ്പ് ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം മാപ്പിൽ നിന്ന് ഓരോ സ്റ്റുഡന്റിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ആ ഒബ്ജക്റ്റിന്റെ അകത്ത് UL ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. UL ടാഗിന്റെ അകത്തല്ലേ LI ടാഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ അകത്ത് എന്താ ചെയ്യേണ്ടത്, ലിസ്റ്റിൽ എൻ്റർ ചെയ്യണം അല്ലെ. അതായത് LI ടാഗ് ക്രിയേറ്റ് ചെയ്യാം. LI ടാഗിന്റെ ക്യാപ്ഷൻ ആയിട്ട് നമ്മൾ ഈ സ്റ്റുഡന്റ് ഒബ്ജക്റ്റ് ഇല്ലേ, സ്റ്റുഡന്റ് ഒബ്ജക്റ്റിലെ നെയിമിനെയും അതുപോലെ ഗ്രേഡിനെയും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ സ്റ്റുഡന്റ് ഡോട്ട് നെയിം കൊടുക്കുന്നു, ഹൈഫൻ ഇട്ടിട്ട് സ്റ്റുഡന്റ് ഡോട്ട് ഗ്രേഡ് കൊടുക്കുന്നു. ഇനി ഓഫ് കോഴ്സ് യൂണീക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ലിസ്റ്റ് റെൻഡറിങ് ഒക്കെ ഫണ്ടമെന്റൽസിന്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ സ്റ്റുഡന്റിന്റെ ID ആണ്, അതാണല്ലോ യൂണീക്ക് ആയിട്ട് വരുന്നത്. ID നമ്മൾ കീ ആയിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാൻ app.js വന്നിട്ട് ഈ സ്റ്റുഡന്റിനെ ഇമ്പോർട്ട് ചെയ്യുവാണ്. നമ്മൾ ഇന്റർഫേസിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡന്റ് ലിസ്റ്റും നമ്മൾ ആ കൊടുത്തിരിക്കുന്ന സ്റ്റുഡന്റിന്റെ നെയിമും കറസ്പോണ്ടിങ് ഗ്രേഡും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് റിയാക്ട് ലൈബ്രറി യൂസ് ചെയ്തിട്ട് ബേസിക് ആയിട്ട് നമ്മൾ ഒരു API ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് പേജിനേഷൻ സെറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ പ്രൊജക്റ്റ് ഒരു മാസ്റ്റർ മോഡ്യൂളും അതിന്റെ കൂടെ അതിന്റെ ഒരു ലിസ്റ്റും ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ ജെക്വറിന്റെ ഡാറ്റ ടേബിളോ അല്ലെങ്കിൽ സിമ്പിൾ HTML ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ മാനുവൽ ആയിട്ട് പേജിനേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതുപോലെ തന്നെ React.js നമ്മൾ ഈ റിയാക്ട് ക്വറി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ലിസ്റ്റിന് നമുക്ക് പേജിനേഷൻ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് JSON സെർവർ അല്ലേ. ഇപ്പൊ JSON സെർവറിന്റെ പേജിനേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പേജിനേഷന് 2 പാരാമീറ്റേഴ്സ് അല്ലേ യൂസ് ചെയ്യുക. ആദ്യം ഒരു പേജിലെ പെർ പേജിലെ നമ്പർ ഓഫ് റെക്കോർഡ്സിന്റെ കൗണ്ട്, അതായത് ഒരു പേജ് വരുമ്പോൾ അതിൽ എത്ര കൗണ്ട് വേണം. അപ്പോൾ ഇപ്പൊ ടോട്ടൽ നമുക്കൊരു 100 റെക്കോർഡ്സ് ഉള്ള നമ്മുടെ ടോട്ടൽ 100 റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സെർച്ചിൽ ഇതിൽ നമുക്ക് ഒരു പേജിൽ 10 റെക്കോർഡ്സ് വരുന്ന പോലെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. രണ്ടാമത്തെ കേസ് പേജിന്റെ ഇൻഡെക്സ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇത് രണ്ടും നമുക്ക് ഈ JSON സെർവറിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. !_, ലിമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കിപ്പോ ആകെ 5 സ്റ്റുഡൻസ് അല്ലേ ഉള്ളൂ. സോ ഞാൻ 2 ആണ് കൊടുക്കുന്നത്. ഒരു പേജിൽ എനിക്ക് 2 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് വരണം. ആംപർസൻഡ് സിമ്പിൾ ഇട്ടിട്ട് _ പേജിന്റെ ഇൻഡെക്സ് കൊടുക്കുക =1 ആണ് ഞാൻ കൊടുക്കുന്നത്. ഫസ്റ്റ് പേജിന്റെ ഇൻഡെക്സ് വന്നു. നമുക്ക് സെക്കൻഡ് പേജിന്റെ ഇൻഡെക്സ് വരുന്നെങ്കിൽ 2 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫൈനലി തേർഡ് പേജിന്റെ ഇൻഡെക്സ് വരുന്നെങ്കിൽ 3 കൊടുക്കുക. അപ്പൊ ഇങ്ങനെ അതേപോലെ തന്നെ നമുക്ക് ലിമിറ്റും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് 2 പകരം വേണമെങ്കിൽ 3 സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് 3 റെക്കോർഡ്സ് വരും. അപ്പൊ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് JSON സെർവർ ഇത് സപ്പോർട്ട് ചെയ്യും. നമ്പർ ഓഫ് പേജസും ഇപ്പോൾ നിങ്ങൾ ഡാറ്റ ടേബിൾ ഒക്കെ യൂസ് ചെയ്തവർക്ക് അറിയാം. അവിടെ നമ്മൾ പെർ പേജിന്റെ കൗണ്ടും ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സും നമ്മൾ ആ എൻറ്റയർ ക്വറി എക്സിക്യൂട്ട് ചെയ്യും. അതായത് നമ്മുടെ കൊറിയിൽ ലിമിറ്റും അതുപോലെ തന്നെ ഓഫ്സെറ്റ് ഒന്നും സെറ്റ് ചെയ്യാതെ ടോട്ടൽ റെക്കോർഡ്സിന്റെ കൗണ്ട് എടുത്തിട്ടല്ലേ പേജിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മുടെ റിയാക്ടിന്റെ ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ലിമിറ്റ് മാനുവലി സെറ്റ് ചെയ്യോടെ നേരത്തെ ചെയ്ത പോലെ ഫിക്സ് ചെയ്യുകയാണ്. 2 ആണ് നമ്പർ ഓഫ് റെക്കോർഡ്സ് വരേണ്ടത്. ഇനി നമ്മൾ പേജിന്റെ ഇൻഡെക്സ് അല്ലേ സെറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ആദ്യം യൂസ്സ്റ്റേറ്റ് ഹുക്കിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ്. എനിക്കൊരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഇവിടെ ആവശ്യമുണ്ട്. സോ യൂസ്സ്റ്റേറ്റ് ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുവാണ്. പേജ് എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റ് പേജ് സെറ്റ് പേജ് എന്നാണ് ഫംഗ്ഷൻ കൊടുക്കുന്നത്. =യൂസ്സ്റ്റേറ്റ് ഓക്കെ കോൾ ചെയ്തു. ഡീഫാൾട്ട് ആയിട്ട് എനിക്ക് ഫസ്റ്റ് പേജ് വന്നാൽ മതി. ഞാൻ 1 ആണ് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കൊറി കീയിൽ ഈ പേജിനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഓരോ പ്രാവശ്യം നമ്മൾ ഈ പേജ് ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കൊറി ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് വരണം അല്ലേ. സോ പേജ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്തിനാണ്, ക്ലിയർ ആയില്ലേ? അതായത് നമ്മൾ പേജ് നമ്പർ 1 2 മാറ്റുമ്പോൾ നമ്മളിപ്പോൾ ഇന്റർഫേസിലുള്ള ഡാറ്റനെ റീഫെച്ച് ചെയ്യണം. പുതിയ അടുത്ത പേജിന്റെ കണ്ടന്റ് കൊണ്ടുവന്ന് ലോഡ് ചെയ്യണം അതിനു വേണ്ടിയിട്ട്. അതേപോലെ ഈ ഫെച്ച് ഡീറ്റെയിൽസ് ഫംഗ്ഷനിലേക്ക് നമ്മൾ പേജിന്റെ നമ്പർ പാസ് ചെയ്ത് കൊടുത്തിട്ട് ആ പേജ് നമ്പർ നമ്മൾ ഈ ആക്സിയോസ് റിക്വസ്റ്റിന് കൂടെ സെൻഡ് ചെയ്യണം അല്ലെ. സോ ഞാൻ ഇതിനെ ആരോ ഫംഗ്ഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. പേജിനെ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് പേജ് വരും. ഇനി റിക്വസ്റ്റിന്റെ കൂടെ നമ്മൾ നേരത്തെ URL കൊടുത്ത പോലെ പേജ് പേജ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആംപർസൻഡ് സിമ്പൽ _ ലിമിറ്റ് =2 ഞാൻ മാനുവലി സെറ്റ് ചെയ്യുകയാണ്. ടെംപ്ലേറ്റ് ലിറ്ററൽ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കോഡ്സിനെ ഒന്ന് ചേഞ്ച് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ 2 ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇപ്പൊ പേജ് ലോഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് പേജാണ് കാണുന്നത്, അതിൽ 2 നമ്പർ ഓഫ് റെക്കോർഡ്സ് ഉണ്ടാവും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ബട്ടൺ, ഒരു നെക്സ്റ്റും പ്രീവിയസും ബട്ടൺ വേണം അല്ലെ. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത 2 റെക്കോർഡ്സിനെ അല്ലെങ്കിൽ ആ ഒരു നമ്പർ ഓഫ് പേജസിൽ നമ്മൾ എത്ര റെക്കോർഡ്സ് ആണോ കൊടുത്തിരിക്കുന്നത് അത്രയും റെക്കോർഡ്സിനെ അല്ലെങ്കിൽ ഡാറ്റനെ API ഫിക്സ് ചെയ്തിട്ട് വരണം. അതുപോലെ തന്നെ പ്രീവിയസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും തൊട്ട് പ്രീവിയസ് പേജിലെ കണ്ടന്റ് എടുത്തിട്ട് വരണം. സോ ഒരു നെക്സ്റ്റും പ്രീവിയസും ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ പ്രീവിയസ് ബട്ടൺ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്യാപ്ഷൻ ആയിട്ട് പ്രീവിയസ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓൺ ക്ലിക്ക് ഇവന്റിനെ ഹാൻഡിൽ ചെയ്യണം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഇതിൽ നിന്നിട്ട് നമ്മുടെ സെറ്റ് പേജ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. എഗെയിൻ ഇതിലൊരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിന്റെ ഡാറ്റ എന്തായിരിക്കും വരുന്നത്, നമുക്ക് കറണ്ട് പേജിന്റെ കൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പൊ കറണ്ട് പ്രീവിയസ് ബട്ടൺ ആയതുകൊണ്ട് കറണ്ട് പേജിൽ നിന്ന് -1 ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഈ ബട്ടനെ ഡിസേബിൾ ചെയ്യണം. എപ്പോഴാണ് നമ്മൾ നിൽക്കുന്നത് പ്രീവിയസ് പേജിലാണെങ്കിൽ, അതായത് കണ്ടന്റ് 1 ആണെങ്കിൽ. കാരണം പിന്നെ നമുക്ക് കാണിക്കാൻ വേണ്ടി പ്രീവിയസ് കാണിക്കാൻ ഒരു പേജ് ഇല്ലല്ലോ. അപ്പൊ ബട്ടനെ ഡിസേബിൾ ചെയ്യുക. അതിന് ബട്ടന്റെ കോപ്പി എടുത്തിട്ട് ഒരു ബട്ടണും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. നെക്സ്റ്റ് എന്നാണ് ബട്ടൺ നെയിം കൊടുക്കുന്നത്. നെക്സ്റ്റ് ആകുമ്പോൾ നമ്മൾ എപ്പോഴായിരിക്കും ഡിസേബിൾ ചെയ്യേണ്ടത്, ലാസ്റ്റ് പേജിൽ. ഇവിടെ നമുക്ക് 5 സ്റ്റുഡൻസിന്റെ കൗണ്ടേ ഉള്ളൂ. ഒരു പേജിൽ 2 റെക്കോർഡ് വെച്ച് കാണിച്ചാൽ 3 പേജ് അല്ലേ മാക്സിമം വരുള്ളൂ. സോ ഞാൻ 3 കൊടുക്കുവാണ്. ഇത് നിങ്ങൾ റിയൽ പ്രൊജക്റ്റിൽ ചെയ്യുമ്പോൾ ഡൈനാമിക് ആയിട്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ ഡാറ്റന്റെ കൗണ്ട് എടുക്കുക, പെർ പേജിന്റെ കൗണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുക, എത്ര ആണോ കിട്ടുന്നത് അവിടെ വെച്ചിട്ട് നിങ്ങൾ ഡിസേബിൾ ചെയ്യണം. ഇതിപ്പോ നമ്മൾ ഡെമോ ആയിട്ട് സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി നെക്സ്റ്റ് പേജ് ആവുമ്പോൾ കറണ്ട് പേജ് 1+1 ആയിരിക്കും കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പേജിനെ കിട്ടും. ലാസ്റ്റ് പേജ് എത്തുമ്പോൾ ഡിസേബിൾ ചെയ്തോളൂ. ഇനി ഇന്റർഫേസിൽ വന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പേജ് കിട്ടിയിട്ടുണ്ട്. പ്രീവിയസ് ബട്ടൺ ഡിസേബിൾഡ് ആണ്. നെക്സ്റ്റ് ബട്ടൺ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഡാറ്റാനെ വരുന്നു. പ്രീവിയസും നെക്സ്റ്റും എനേബിൾഡ് ആയി. എഗെയിൻ നെക്സ്റ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് പേജ് വന്നു. ഒരു സ്റ്റുഡന്റിന്റെ ഉള്ളൂ, 5 സ്റ്റുഡൻസ് അല്ലേ ഉള്ളൂ. നെക്സ്റ്റ് ബട്ടൺ ഡിസേബിൾഡ് ആയി. പ്രീവിയസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രീവിയസും വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പ്രീവിയസും നെക്സ്റ്റും അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഒരു ലാർജ് റെക്കോർഡ്സ് ഒക്കെ വരുവാന്ന് വിചാരിച്ചോ, അപ്പൊ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ലോഡിംഗ് സിമ്പിൾ വരും അല്ലെ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഈ കൊറി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും പുതിയൊരു കൊറി ആയിട്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ലാർജ് ഡാറ്റ വെച്ച് നോക്കിയാൽ ആ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. ഈ പേജ് ബ്ലാങ്ക് ആവും, അതായത് ആ ഒരു ബട്ടൺ, ആ ഒരു ഡാറ്റ കാണിക്കുന്ന ലിസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് ലോഡിങ് വന്ന് പിന്നെയാണ് എൻ്റെ ഡാറ്റ ലോഡ് ചെയ്ത് വരിക. അങ്ങനെ വരുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ ബാക്കിയുള്ള പ്ലഗിൻസിലൊക്കെ എങ്ങനെയാണ്, പുതിയൊരു ഡാറ്റ വരുന്നത് വരെ ഈ ഡാറ്റ അവിടെ റീറ്റെയിൻ ചെയ്യൂ അല്ലെ, എന്നിട്ട് പുതിയ ഡാറ്റയായിട്ട് സ്വാപ്പ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പുതിയൊരു ഡാറ്റ വരുന്നത് വരെ ഈ ഡാറ്റ നമുക്ക് അവിടെ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വരിക, ഇവരുടെ ബിൽറ്റിൻ ആയിട്ട് ഒരു ഫീച്ചർ ഉണ്ട്, കീപ് പ്രീവിയസ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. അതിന് നമ്മൾ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. റിഫ്രഷ് ചെയ്യുക. നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുമ്പോഴും എൻ്റയർ ലിസ്റ്റ് നമ്മൾ പ്രീവിയസ് ഡാറ്റ ഫെച്ച് ചെയ്ത് കണ്ടന്റ് ഈ കോമ്പോണന്റ് റീമൗണ്ട് ചെയ്യുന്നത് വരെ ആ ഡാറ്റ അവിടെ റീറ്റെയിൻ ചെയ്തോളും. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവാത്തത് നമ്മുടെ ചെറിയൊരു ഡാറ്റ ഫെച്ചിങ് ആയതുകൊണ്ട്, നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് അല്ലേ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേജിനേഷൻ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട്, അതായത് നെക്സ്റ്റിന്റെയും പ്രീവിയസിന്റെയും ബട്ടണിൽ കറണ്ട് പേജിന്റെ നമ്പർ ഒക്കെ കാണിച്ചിട്ട് ചെയ്യാട്ടോ, അഡ്വാൻസ്ഡ് ആയിട്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മളിപ്പോ യൂസ് കൊറി ഹുക്കിന്റെ കോൺസെപ്റ്റ് ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഡാറ്റ ഫെച്ച് ചെയ്തു, പേജിനേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തു അല്ലെ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ APIയിലേക്ക് എങ്ങനെയാണ് ഡാറ്റ പോസ്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു സ്റ്റുഡന്റിന്റെ ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് മെയിൻ ആയിട്ട് ഏജ്, നെയിം, ഗ്രേഡ്, ഇമെയിൽ ID ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളത്. അപ്പൊ ഒരു പുതിയൊരു സ്റ്റുഡന്റിനെ എങ്ങനെയാണ് ഈ APIയിലേക്ക് ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മളിപ്പം നെയിമും ഗ്രേഡും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ, ഏജും ഇമെയിൽ IDയും കൊടുക്കുന്നില്ല. അപ്പം ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ജേസൺ സെർവറിൽ നമ്മൾ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ് എല്ലാ ഫംഗ്ഷനാലിറ്റിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു കോൺഫിഗറേഷന്റെയും ഇവിടെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ axios.post മെത്തേഡിനെ കോൾ ചെയ്യുവാണെങ്കിൽ പോസ്റ്റ് ചെയ്തോളും ഡാറ്റ. അതായത് നമ്മൾ axios.get മെത്തേഡിനെ കോൾ ചെയ്തപ്പോൾ ഡാറ്റ ഫെച്ച് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് പോസ്റ്റ് മെത്തേഡിനെ കോൾ ചെയ്താൽ മതി. ഇനി
റിയാക്ടിലേക്ക് വരുമ്പം നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് റിയാക്ടിന്റെ ഇന്റർഫേസ് ഞാൻ ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഇത് ബേസിക് ആയിട്ടുള്ള റിയാക്ടിന്റെ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ആദ്യം ഞാനൊരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റുഡന്റ് ഡീറ്റെയിൽസിൽ നെയിമും ഗ്രേഡും ആണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പൊ അതൊരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ ഞാനൊരു സിംഗിൾ ഒബ്ജക്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. യു സ്റ്റേറ്റ് ഹുക്കിനെ കോൾ ചെയ്തിട്ടുണ്ട്. യു സ്റ്റേറ്റ് ഹുക്കിൽ ന്യൂ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡീഫാൾട്ട് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്തു. ഈ ഒബ്ജക്റ്റിൽ നെയിമും ഗ്രേഡും ആണ് പ്രോപ്പർട്ടീസ്. ഇനിഷ്യൽ വാല്യൂ നള്ളായിട്ടാണ് പാസ് ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റുഡന്റ് ഡീറ്റെയിൽസിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ന്യൂ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെയും കോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇന്റർഫേസിലേക്ക് വരുമ്പോൾ JXSന്റെ പോർഷനിൽ ഒരു ഹെഡ് ടാഗ് ഉണ്ട് ആർട്ട് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് 2 ഇൻപുട്ട് ബോക്സ് ഉണ്ട്. ഫസ്റ്റ് ഇൻപുട്ട് ബോക്സ് നെയിമിനെയും സെക്കൻഡ് ബോക്സ് ഗ്രേഡിനെയും ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഈ ന്യൂ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയിലെ നെയിമിനെയും അതുപോലെ ഗ്രേഡിനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ടൈപ്പ് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്ത് സെറ്റ് ന്യൂ സ്റ്റുഡന്റ് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ ഡീസ്ട്രക്ചറിങ് ചെയ്ത് അതിന് നെയിം ആണെങ്കിൽ നെയിമിനെയും അല്ലെങ്കിൽ ഗ്രേഡിനെയും സെറ്റ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഫണ്ടമെന്റൽസിന്റെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് പ്രോജക്ട്സിലും. അപ്പൊ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. അറിയില്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടം തൊട്ടാണ് നമുക്ക് ഡാറ്റ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കേണ്ടത്. ഒരു ബേസിക് ബട്ടണോടും നമ്മളിവിടെ ഓൺ ക്ലിക്ക് ഇവന്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ റിയാക്ട് ക്വറിന്ന് രണ്ടാമത്തെ ഹുക്ക്, അതായത് യൂസ് ക്വറി ഹുക്ക് എന്തിനായിരുന്നു? ഡാറ്റ ഫെച്ച് ചെയ്യാനായിരുന്നു അല്ലെ. അതുപോലെ യൂസ് മ്യൂട്ടേഷൻ ഹുക്കിനെ കോൾ ചെയ്യുക. ഇതാണ് ഡാറ്റ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹുക്ക്. അപ്പൊ യൂസ് മ്യൂട്ടേഷൻ ഹുക്കിനെ കോൾ ചെയ്യുക. എന്നിട്ട് തിരിച്ച് ബട്ടണിൽ വന്നിട്ട് ഫസ്റ്റ് ബട്ടൺ നമ്മൾ ഒരു ഓൺ ക്ലിക്ക് ഇവന്റിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇവിടെ ഞാൻ ഹാൻഡിൽ പോസ്റ്റ് ഡാറ്റ എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത് കേട്ടോ. ഇതെന്താണ്? ബേസിക് ആയിട്ടുള്ള റിയാക്ടിന്റെ ബട്ടൺ ക്ലിക്ക് ആണ്. നമ്മൾ ഫസ്റ്റ് ഇതിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കോൺസ്റ്റ് ഹാൻഡിൽ ഡാറ്റ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഡാറ്റ കൊണ്ടുപോയി നമ്മുടെ APIയിലേക്ക് പോസ്റ്റ് ചെയ്യണം അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫെച്ചിൽ എഴുതിയതുപോലെ തന്നെ ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ എഴുതണം. ഞാനിവിടെ പോസ്റ്റ് സ്റ്റുഡന്റ് ഡാറ്റ എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. അസിൻ ഫംഗ്ഷൻ ആണ്. സോ അസിൻക്രണസ് കീവേഡ് എഴുതുന്നു. അഗെയിൻ ആരോ ഫംഗ്ഷൻ. ഇതിന്റെ അകത്ത് അവൈറ്റ്. ഇനി ആക്സിയോസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോട്ട് പോസ്റ്റിന്റെ അകത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള URL കൊടുത്താൽ മതി. നമ്മുടെ APIന്റെ URL ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാണ്. ഇവിടെ നമുക്ക് പേജിനേഷന്റെ ലിമിറ്റിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ ഡാറ്റ പോസ്റ്റ് അല്ലേ ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്യാനുള്ള ഡാറ്റ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യാനുള്ള ഡാറ്റ വേണം. അതിന് ഞാൻ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്നാണ് ഡാറ്റ കൊടുക്കുന്നത്. ഈ സ്റ്റുഡന്റ് ഡീറ്റെയിൽസിനെ പോസ്റ്റിന്റെ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നു. ബേസിക്സിന്റെ വീഡിയോയിൽ നമ്മൾ ഇത് ആക്സിയോസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആക്സിയോസിൽ ഫസ്റ്റ് പാരാമീറ്റർ പോസ്റ്റ് ചെയ്യേണ്ട URL-ഉം സെക്കൻഡ് പാരാമീറ്റർ പോസ്റ്റ് ചെയ്യേണ്ട ഡാറ്റയും ആണ്. അത് രണ്ടും സെറ്റ് ചെയ്തു. ഇത് തമ്മിലൊരു കണക്ഷൻ ഇല്ലാതെ കിടക്കും അല്ലെ. അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡാറ്റ പോസ്റ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് മ്യൂട്ടേഷൻ ഹുക്കിനെ കോൾ ചെയ്യാം. മ്യൂട്ടേഷൻ ഹുക്കിൽ ആഡ് സ്റ്റുഡന്റ് എന്നാണ് അത് റിട്ടേൺ ചെയ്യുന്ന പ്രോമിസ് ഒബ്ജക്റ്റിന്റെ നെയിം കൊടുക്കുന്നത്. അപ്പൊ യൂസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഹുക്കിനെ കോൾ ചെയ്യാം. അതിന്റെ അകത്ത് നമ്മൾ ഫെച്ചിൽ എന്തായിരുന്നു ചെയ്തത്? യൂസ് ക്വറി ഹുക്കിനെ കോൾ ചെയ്തു. അവിടെ ക്വറിന്റെ കീയും ക്വറി ഫംഗ്ഷനും സെറ്റ് ചെയ്തു അല്ലെ. ഇവിടെ നമുക്ക് ക്വറി കീന്റെ ആവശ്യമില്ല. മ്യൂട്ടേഷൻ ഫംഗ്ഷൻ സെറ്റ് ചെയ്താൽ മതി. ആ മ്യൂട്ടേഷൻ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പോസ്റ്റ് സ്റ്റുഡന്റ് ഡാറ്റ എന്ന്, അതായത് നമ്മുടെ അസിൻക്രണസ് ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മ്യൂട്ടേഷൻ ഹുക്കിനെയാണ് കോൾ ചെയ്യേണ്ടത്. സോ ആഡ് സ്റ്റുഡന്റ് ഡോട്ട് മ്യൂട്ടേഷൻ എന്നുള്ളത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഇവിടെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഇതിന്റെ ഫ്ലോ എന്താന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ പോസ്റ്റ് ഡാറ്റയിൽ വരും. എന്നിട്ട് മ്യൂട്ടേഷൻ ഹുക്കിനെ കോൾ ചെയ്യും. മ്യൂട്ടേഷൻ ഹുക്കിനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഡാറ്റയും കൂടെ പാസ് ചെയ്യണം. ഈ ഹുക്ക് എന്ത് ചെയ്യും? നമ്മുടെ അസിൻക്രണസ് ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പൊ ഡാറ്റ അതിൽ ഓട്ടോമാറ്റിക് എത്തിക്കോളും. ഡാറ്റ പോസ്റ്റ് ചെയ്തോളും. ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസിനെ
റീസെറ്റ് ചെയ്യണം അല്ലെ, റീസെറ്റും ചെയ്തു. ബട്ടൺ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ഇന്റർഫേസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഒരു ബട്ടൺ ഉണ്ട്. പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ക്ലിക്കിൽ ഹുക്കിനെ കോൾ ചെയ്യും, ഹുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്ത് ഡാറ്റ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഇന്റർഫേസും ആണ് ഡിസൈൻ ചെയ്തത്. അഗെയിൻ നമുക്ക് ഇന്റർഫേസിൽ വന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആഡ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബോക്സും ഗ്രേഡും ഉണ്ട്, ബട്ടണും ഉണ്ട്. ഞാൻ എലോര ജോസഫ് എന്നാണ് നെയിം പാസ് ചെയ്യുന്നത്. ഗ്രേഡ് എ ആണ്. ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ്. നമുക്ക് നമ്മുടെ APIയിൽ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെയിമും ഗ്രേഡും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ID പിന്നെ ഓട്ടോമാറ്റിക് ആഡ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇമെയിൽ ID നെയിമും അപ്പൊ നിങ്ങളുടെ APIയിലുള്ള ഡാറ്റയെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ആണോ കൊടുക്കേണ്ടത് അത്രയും പ്രോപ്പർട്ടീസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി പക്ഷെ ഇവിടെ എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്ന് ഇനി ലിസ്റ്റ് എടുക്കുമ്പം നമ്മൾ റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഈ ഡാറ്റ വരുള്ളൂ അല്ലേ. ഞാൻ ഈ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ പേജിനേഷന്റെ സാധനങ്ങളില്ലേ അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ, നമുക്ക് കംപ്ലീറ്റ് ലിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിത് റിഫ്രഷ് ചെയ്യുമ്പോഴേ നമുക്ക് ഈ കംപ്ലീറ്റ് ലിസ്റ്റ് കാണാൻ പറ്റുന്നുള്ളൂ. നമുക്ക് സ്റ്റുഡന്റിനെ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ലിസ്റ്റിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ഫീച്ചറിനെ ഇൻവാലിഡേറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മൂന്നാമതൊരു ഹുക്കും കൂടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. യൂസ് query ക്ലയന്റ് എന്നാണ് ഹുക്കിന്റെ നെയിം. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതായത് ഡാറ്റ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൺ സക്സസിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഡാറ്റ APIനെ റിഫ്രഷ് ചെയ്ത് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഇതിനെ കോൾ ചെയ്യുവാണ്. query ക്ലയന്റ് എന്നാണ് അത് റിട്ടേൺ ചെയ്യുന്നതിന് നെയിം കൊടുക്കുന്നത്. ഇതൊരു ഒബ്ജക്റ്റ് ആണ് കേട്ടോ. ഈക്വൽ ടു യൂസ് query ക്ലയന്റ് ഫംഗ്ഷനെ ഹുക്കിനെ കോൾ ചെയ്യുന്നു. ഇനി നമ്മൾ വന്നിട്ട് നമ്മുടെ ആഡ് മ്യൂട്ടേഷൻ ഇല്ലേ, ആഡ് മ്യൂട്ടേഷന്റെ അകത്ത് ഒരു ഒബ്ജക്റ്റിനകത്ത് ഓൺ സക്സസിനെ അതായത് സക്സസിനെ കോൾ ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അതിലൊരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. query ക്ലയന്റ് ഡോട്ട് ഇൻവാലിഡേറ്റ് ഫീച്ചറിനെ കോൾ ചെയ്യുക. ഇതിന്റെ അകത്ത് നമ്മുടെ query നെയിം കൊടുക്കുക. നമ്മളിവിടെ സ്റ്റുഡന്റ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യൂസ് query ക്ലയന്റ് എന്ന് പറഞ്ഞ ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യുക. നമ്മൾ അതിന് ആ ഹുക്കിനെ കോൾ ചെയ്യുക. നമ്മുടെ മ്യൂട്ടേഷനിലേക്ക് വരിക. അവിടെ സക്സസിനെ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓൺ സക്സസിൽ ഇൻവാലിഡേറ്റ് queries പറഞ്ഞ ഫീച്ചറിനെ കോൾ ചെയ്ത് നമ്മുടെ query നെയിം പാസ് ചെയ്യാം. എഗെയിൻ നമുക്ക് ബ്രൗസറിൽ വരാം. പുതിയൊരു സ്റ്റുഡന്റിനെയും കൂടെ ആഡ് ചെയ്യാം. അമൽഡ ജോർജ് എന്നാണ് കൊടുക്കുന്നത്. ഗ്രേഡ് A കൊടുക്കുന്നു. ആഡ് സ്റ്റുഡന്റ് കൊടുക്കുമ്പോൾ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഓൺ സക്സസിൽ എന്ത് ചെയ്തു, ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ റീഫ്രഷിംഗ് നടന്ന് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ റിയാക്ട് query യൂസ് ചെയ്തിട്ട് ഒരു API എൻഡ് പോയിന്റിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യുന്നതും അതിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഡാറ്റ പോസ്റ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് നോക്കി. ഇനി നമ്മൾ ഇൻഫൈനൈറ്റ് ലോഡിംഗ്, ക്യാഷിംഗ് അതുപോലെ തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ടൂൾ, ഡെവലപ്മെന്റ് ടൂൾ ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റിയാക്ട് ജെഎസിലും വെബ് ഡെവലപ്മെന്റിലും ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.